കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വരവോടെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ആരംഭിച്ച് BJP. പുതിയ സംസ്ഥാന ഭാരവാഹികൾ കൂടി ചുമതല ഏറ്റെടുക്കുന്നതോടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കും. വാർഡ് തല സമിതികൾ ശക്തിപ്പെടുത്തി തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ തുടരുകയാണ് ഇപ്പോൾ BJP. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേർന്നുണ്ട്. പ്രജിത്ത്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വരവ് അതൊരു ഉത്തേജനം തന്നെയാണ് BJP പ്രവർത്തകരിൽ നൽകിയത്. ഒപ്പം തന്നെ ഇനിയുള്ള അടുത്ത ഘട്ടം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ്. ഒരുപക്ഷെ അത് കൂടുതൽ ആവേശകരമായി മാറുകയല്ലേ? വിഷ്ണു, അങ്ങനെ തന്നെയാണ്. ഇത്തിരി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. വാർഡ് തല വികസന സമിതികളുടെ ചുമതലപ്പെട്ട ആളുകളെ വിളിച്ച് തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ യോഗം നടത്തിക്കുന്നതും അതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തുന്നതും അതും പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശമായി തീർന്നിട്ടുണ്ട്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലേക്കാണ് BJP കടക്കുന്നത്. പ്രത്യേകിച്ച് ഈ പറയുന്ന രീതിയിൽ വാർഡ് തല സമിതികളുടെ അംഗങ്ങളുടെ യോഗങ്ങൾ വിളിച്ച് അല്ലെങ്കിൽ ആ ഒരു യോഗം ചേർന്നതിന് പിന്നാലെ ഇപ്പോഴിതാ അതിന് മുന്നോടിയായി തന്നെ BJPയുടെ പുതിയ സംസ്ഥാന നേതൃത്വവും ചുമതല ഏറ്റിരുന്നു. ഇനി ഓരോരുത്തരായി ചുമതല ഏറ്റെടുത്ത് അവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി തുടങ്ങുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ആ പ്രവർത്തനത്തിലേക്ക് BJP കഴിഞ്ഞ ദിവസത്തെ അമിത്ഷായുടെ സന്ദർശനത്തോടെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും പറഞ്ഞത് അതുതന്നെയാണ്. ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് അധ്വാനിക്കാനുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങൾ കൊയ്യുക എന്നുള്ളത് മാത്രമാണ് BJP ഇനി മുന്നിൽ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ BJP ഇനി ആഗ്രഹിക്കുന്ന കാര്യം. അതിൽ അമിത്ഷായുടെ പ്രഖ്യാപനങ്ങളും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം 21,000-ലധികം സീറ്റുകളിൽ മത്സരിക്കുക, 25% വോട്ട് ഷെയർ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിടിക്കുക എന്നുള്ളൊരു നിർണായകമായിട്ടുള്ള സന്ദേശവും അദ്ദേഹം നൽകിയിട്ടുണ്ട്. അത് BJP പ്രവർത്തകർക്ക് വലിയ ആവേശത്തോടു കൂടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് നിലവിൽ ഭരിക്കുന്ന കോർപ്പറേഷനുകൾ അല്ലെങ്കിൽ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ എന്നിവയിൽ ഭരണം നിലനിർത്തുക, പുതിയ സ്ഥലങ്ങളിൽ ജയിക്കുക തുടങ്ങിയിട്ടുള്ള ലക്ഷ്യങ്ങളുമായിട്ടാണ് BJP മുന്നോട്ട് പോകുന്നത്. ഇനി അതിൽ ബൂത്ത് വാർഡ് തല പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കും. വികസന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJP കൂടുതൽ സജീവമാകുക എന്നുള്ള സൂചനകളും കഴിഞ്ഞ ദിവസത്തെ അമിത്ഷായുടെയും രാജീവ് ചന്ദ്രശേഖറിൻ്റെയും ഒക്കെ പ്രഖ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഈ പറയുന്ന രീതിയിൽ വികസിത കേരളം എന്നുള്ള ലക്ഷ്യവുമായി BJP മുന്നോട്ട് പോകുന്നു. അതിന് പ്രാദേശിക തലം മുതൽ സംസ്ഥാന തലത്തിൽ വരെ അല്ലെങ്കിൽ നിയമസഭാ തലം വരെയായാലും ശരി, അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുക BJPക്ക് മാത്രം എന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു അവകാശവാദം, ഒരു ക്ലെയിം മുന്നോട്ട് വെക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം BJP നേതൃത്വവും അമിത്ഷായും എല്ലാം ആ വേദിയിൽ സംസാരിച്ചത്. വലിയ ആവേശം തന്നെ ആ പ്രോഗ്രാമിന് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 4 ജില്ലകളിലെ പ്രവർത്തകർ ഒരുപോലെ എത്തുന്നു. 25,000-ലധികം പ്രവർത്തകർ അങ്ങനെ ചുമതലപ്പെട്ട വാർഡ് തലത്തിൽ നിന്ന് ഈ പറയുന്ന വികസന കേരള സമിതിയുടെ ചുമതലപ്പെട്ട ആളുകൾ മാത്രം എത്തുന്നു. മറ്റ് നേതാക്കന്മാരും പ്രവർത്തകരുമായ 58,000-ലധികം പേർ ആ പുത്തരിക്കണ്ടത്തെ വേദിയിൽ മാത്രം ഉണ്ടാകുന്നു. 1.5 ലക്ഷത്തോളം പേർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വെർച്വലായി ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അങ്ങനെ വളരെ സജീവമായ ഒരു സംഘടനാ മൂവ്മെൻറ്റ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സൃഷ്ടിക്കാൻ BJPക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. വളരെ എവിഡൻ്റാണത്. അത് കഴിഞ്ഞ ദിവസം തടിച്ചുകൂടിയ ആളുകളുടെ എണ്ണമൊക്കെ അമിത്ഷാ സൂചിപ്പിച്ച് അത് കൃത്യമായി പറയുകയും ചെയ്യുന്നു. അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം എന്നുള്ളത് 3 തലത്തിലുള്ള കാര്യങ്ങൾ അത് കൃത്യമായി നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ്. കാരണം അഴിമതിരഹിതമായിട്ടുള്ള BJPയുടെ കൃത്യമായ നിലപാടുകൾ, വികസന പ്രവർത്തനങ്ങൾ, BJP കേരളത്തിലെത്തിച്ച വികസന പ്രവർത്തനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ സഹായങ്ങൾ, ഇവയൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കും ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ പുതിയ സംസ്ഥാന സമിതിയും സംസ്ഥാന നേതൃത്വവും സജീവമായി തുടങ്ങിയതോടെ വാർഡ് തലങ്ങളിൽ ഇതിനൊരു പുതിയ ഉണർവ് വന്നിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ബൂത്ത് തല, വാർഡ് തല പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കി കൂടുതൽ ആസൂത്രണത്തോടെ മെച്ചപ്പെട്ട പ്രവർത്തന പദ്ധതിയുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് BJP കണക്ക് കൂട്ടുന്നത്. അതിനായി സംസ്ഥാന തലത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഏകോപനം ഉണ്ടാകും. ഇനി അമിത്ഷായുടെ ഒരു സന്ദർശനത്തിനുള്ള സാധ്യത കൂടി തെളിയുന്നുണ്ട്. മിക്കവാറും ഓഗസ്റ്റ് മാസത്തിൽ ഈ റവന്യൂ ജില്ലാതല പ്രവർത്തകരുടെ ഒരു സംഗമവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ BJP നേതൃത്വത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്ന രീതിയിൽ 25% വോട്ട് ഷെയർ എന്ന രീതിയിലേക്ക് BJPയുടെ സംഘടനാ സംവിധാനം വളർത്തിയെടുക്കുക, അതിൽ നിന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു വലിയ കുതിച്ചുചാട്ടത്തിനുള്ള തയ്യാറെടുപ്പുകളും ആരംഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ BJP മുന്നോട്ട് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ BJP സ്വീകരിക്കുന്ന രാഷ്ട്രീയ തന്ത്രം എന്നുള്ളത്. അത് തദ്ദേശത്തിൽ നേട്ടമുണ്ടാക്കി അത് നിയമസഭയിലേക്കും വ്യാപിപ്പിക്കുക. കേരളത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള വികസന മാറ്റം കൊണ്ടുവരണമെങ്കിൽ അത് BJPക്ക് മാത്രമാണ് കഴിയുക എന്നുള്ളത് രാജ്യത്തിൻ്റെ മറ്റു പലയിടങ്ങളിലുമുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക, അതൊരു ചർച്ചയാക്കി മാറ്റിയെടുക്കുക, വികസനം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൂടുതൽ ചർച്ചയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്ന വിഷയങ്ങളാവില്ല ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുക എന്നുള്ളൊരു രീതിയിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ വികസനം ചർച്ചയാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളൊരു നിലപാടിൽ അല്ലെങ്കിൽ അത്തരമൊരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ് BJP സ്വീകരിക്കാൻ പോകുന്നത്. വിഷ്ണു, ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.